വാസ്തുശാസ്ത്രത്തിന്റെ അറിവുകൾ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്ന ഈ ഒരു സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വിവിധ തരം ഭൂപ്രദേശങ്ങൾ നോക്കാം. വാസ്തുശാസ്ത്രപ്രകാരം ഭൂമിയെ എത്രയായി തരംതിരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കിയാൽ, വാസ്തുശാസ്ത്ര വിധി പ്രകാരം ഭൂപ്രദേശത്തെ 8 ആയി തരംതിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, 1 ഗോവീതി, 2 അഗ്നിവീതി, 3 അന്തകവീതി, 4 ഭൂതവീതി, 5 ജലവീതി, 6 നാഗവീതി, 7 ജഗവീതി, 8 ധ്യാനവീതി. ഇനി എന്താണ് ഗോവീതി? കിഴക്കുവശം താഴ്ന്ന് പടിഞ്ഞാറുവശം ഉയർന്നു കാണപ്പെടുന്ന ഭൂപ്രദേശമാണ് ഗോവീതി എന്ന് പറയുന്നത്. ഐശ്വര്യപ്രദമായ ഭൂമിയാണിത്. ഇവിടെ വീട് വെച്ചാൽ 500 വർഷക്കാലം സർവ്വ ഐശ്വര്യവും നൽകുന്നതെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഇനി അഗ്നിവീതിയിലുള്ള ഭൂപ്രദേശത്തിന്റെ ലക്ഷണം നോക്കിയാൽ, ഭൂമിയുടെ അഗ്നികോണ് താഴ്ന്നും വായുകോണ് ഉയർന്നുമിരിക്കുന്നതാണ് അഗ്നിവീതി എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ കെട്ടിടം പണിത് താമസിച്ചാൽ ആദ്യത്തെ 12 വർഷക്കാലത്തോളം ഐശ്വര്യമുണ്ടായിരിക്കും. പിന്നീട് തീപിടുത്തമുണ്ടാകുവാനും നശിക്കുവാനുമാണ് സാധ്യത. അന്തകവീതിയുടെ ലക്ഷണവും ഫലവും എന്താണെന്ന് നോക്കിയാൽ, വാസ്തുവിന്റെ തെക്കുവശം താഴ്ന്നും വടക്കുവശം ഉയർന്നും കാണപ്പെടുന്നതാണ് അന്തകവീതി. ഇതിൽ ഭവനം പണിതാൽ 8 വർഷമേ ഐശ്വര്യമുണ്ടാകൂ. അതിനുശേഷം ദുർമരണമാണ് ഫലം. എന്താണ് ഭൂതവീതിയുടെ ലക്ഷണം? വാസ്തുവിന്റെ നിര്യതാ കോൺ താഴ്ന്നും ഈശാനുകോൺ ഉയർന്നും കാണപ്പെടുന്നതാണ് ഭൂതവീതി. ഇവിടെ ഭവനം പണിഞ്ഞാൽ 6 വർഷമേ ഐശ്വര്യമുണ്ടാവും. പിന്നീട് ധനനാശമായിരിക്കും. ജലവീതിയുടെ ലക്ഷണം നോക്കിയാൽ, ഭൂമിയുടെ പടിഞ്ഞാറ് വശം താഴ്ന്നും കിഴക്കുവശം ഉയർന്നുമുള്ളതാണ് ജലവീതി. ഇതിൽ വീട് വെച്ചാൽ 10 കൊല്ലത്തോളം ഐശ്വര്യമുണ്ടാകും. പിന്നീട് പുത്രനാശം, ധനനാശം എന്നിവയായിരിക്കും സംഭവിക്കുക. നാഗവീതിയെപ്പറ്റി പറഞ്ഞാൽ, വാസ്തുവിന്റെ വായുകോണ് താഴ്ന്നും അഗ്നികോൺ ഉയർന്നും കാണപ്പെടുന്ന സ്ഥലത്തിനെയാണ് നാഗവീതി എന്ന് പറയുന്നത്. ഇവിടെ 100 വർഷത്തോളം ഐശ്വര്യം നിലനിൽക്കുന്നു. പിന്നീട് നാടുവിടൽ, പുത്രനാശം എന്നിവയിൽ നശിക്കും. ഗജവീതിയുടെ ലക്ഷണം എന്താണെന്ന് നോക്കിയാൽ, വാസ്തുവിന്റെ വടക്കുവശം താഴ്ന്നും തെക്കുവശം ഉയർന്നുമുള്ളതാണ് ഗജവീതി. ഈ ലക്ഷണമുള്ള വസ്തുവിൽ ഭവനം പണിഞ്ഞാൽ ആദ്യത്തെ 100 വർഷക്കാലം സർവ്വ ഐശ്വര്യം ഉണ്ടാവുന്നതാണ്. ധാന്യവീതി നോക്കിയാലോ, ഈശാനുകോണ് താഴ്ന്നും നിര്യതീകോൺ ഉയർന്നും കാണപ്പെടുന്ന വസ്തുവാണ് ധാന്യവീതി. ഏറ്റവും ലക്ഷണയുക്തമായ വാസ്തുവാണിത്. ഇതിൽ കെട്ടിടം വെച്ചാൽ 1000 വർഷക്കാലം സർവ്വ ഐശ്വര്യങ്ങളോടെ പ്രശോഭിക്കുന്നതാണ്. ഭവനത്തിന് അയോഗ്യമായ വസ്തു എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, അർദ്ധചന്ദ്രാകൃതിയും വൃത്താകൃതിയും 3 കോണും 5 കോണും 6 കോണുമൊക്കെയുള്ള വസ്തുക്കൾ ഭവന നിർമ്മാണത്തിന് അയോഗ്യമാണ്. നടുഭാഗം മുറം പോലെ താഴ്ന്നതോ കുട പോലെ ഉയർന്നതോ ആണെങ്കിൽ വർജിക്കണം. ശൂലം, പശുവിന്റെ മുഖം, ആമ, ആന, മത്സ്യം ഇവയുടെ പുറം ഇത്തരം ആകൃതിയിലുള്ള വസ്തുക്കളും ഒഴിവാക്കേണ്ടതാണ്. വസ്തു കുഴിച്ചു നോക്കിയാൽ ചിതൽപുറ്റ്, ഉമ്മി, മുടി, കരി, ചാമ്പൽ, അസ്ഥി എന്നിവ കാണപ്പെടുന്നതും ദുർഗന്ധമുള്ളതുമായ വസ്തു വർജിക്കുക തന്നെ ചെയ്യണം. വസ്തുവിന്റെ മധ്യഭാഗം താഴ്ന്നോ ഉയർന്ന ഉള്ളതോ ആണെങ്കിൽ ഭവന നിർമ്മാണത്തിന് യോഗ്യമല്ലത്രേ. തെക്കുവടക്ക് ഭാഗത്ത് വീതി കുറഞ്ഞ് കിഴക്ക് പടിഞ്ഞാറ് നീണ്ടു കിടക്കുന്ന വസ്തു ഭവന നിർമ്മാണത്തിന് യോജിക്കില്ല. ഇനി വസ്തുവിന്റെ ചാതുർവർണ്ണയ ലക്ഷണം നോക്കിയാലോ, വസ്തുക്കൾക്ക് ചാതുർവർണ്ണയവും ഫലവും വിധിച്ചിട്ടുണ്ട്. ഇതിൻ പ്രകാരം ദീർഘവിസ്താരവും ശൂന്യവുമായ ഭൂമി ബ്രാഹ്മണത്വമുള്ളതാണ്. ഇവിടെ ഭവനം പണിയുന്നത് ഉത്തമമാണ്. വീതിയിൽ 8ൽ 1 ഭാഗം ദീർഘം കൂടി വരുന്ന വസ്തുവിന് ക്ഷത്രിയത്വമാണ് ഉള്ളത്. ഇതും നല്ലതാണ്. വീതിയുടെ 6ൽ 1 ഭാഗം ദീർഘം കൂടിയുള്ള വസ്തു വൈശ്യമാണ്. ഇതിലും ഭവനമാകാം. വീതിയുടെ 4ൽ 1 ഭാഗം വരുന്ന വസ്തു ശൂദ്രമാണ്. ഇവിടെ ഭവനം നിർമ്മിക്കുവാൻ പാടില്ലെന്നാണ് വിധി പറയുന്നത്. ഇനിയിപ്പോൾ എന്താണ് വാസ്തുസൂത്രം എന്ന് പറയുന്നതെന്ന് നോക്കാം. ഭവനം പണിയുന്നതിനുള്ള വസ്തുവിന് വീതിയേക്കാൾ നീളം ഉണ്ടായിരുന്നാൽ ഇരുവശവും ഒരുപോലെ ഉപേക്ഷിച്ച് മധ്യഭാഗത്ത് ചതുരത്തിലെടുത്ത ശേഷം കിഴക്ക് പടിഞ്ഞാറായിരുന്ന സൂത്രത്തിന് ബ്രഹ്മസൂത്രമെന്നും ഈശാഗ്രത്തിടുന്നതിനെ കർണസൂത്രമെന്നും വായവാഗ്നിയായിടുന്നതിനെ മരണസൂത്രമെന്നും പറയുന്നു. ഇനിയിപ്പോൾ വാസ്തുവിനെ എത്ര ഖണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നുവെന്ന് നോക്കിയാൽ 4 ഖണ്ഡങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. മനുഷ്യഖണ്ഡം, അതായത് ഈശാനുഖണ്ഡം, ദൈവഖണ്ഡം, അതായത് നിര്യതിഖണ്ഡം, മൃത്യുഖണ്ഡം, അതായത് അഗ്നിഖണ്ഡം, അസുരഖണ്ഡം, അതായത് വായുഖണ്ഡം. ഇതിന്റെ അതായതെന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞത് പര്യായപദങ്ങൾ പോലെയുള്ള സെയിം നെയിമുകളാണ്. ഈ ഖണ്ഡങ്ങളിൽ മനുഷ്യ ദൈവ ഖണ്ഡത്തിൽ ഭവനം നിർമ്മിക്കുവാൻ നല്ലതാണ്. മൃത്യുഖണ്ഡത്തിൽ ഭവന നിർമ്മാണം പാടില്ല.
അഗ്നിഭയം, മൃത്യുഭയം, വ്യാധി എന്നീ ദോഷങ്ങൾ സംഭവിക്കാം. അസുരഗണ്ഡവും ഭവനത്തിന് നന്നല്ല എന്ന് പറയപ്പെടുന്നു.